ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. ഇവിടെ നിന്ന് നമ്മളൊരു യാത്ര പോവാണ്. ശരിക്കും ഇവിടെ നിന്നല്ല, ബാംഗ്ലൂരിൽ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് സിക്കിമാണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഷോർട്സും വീഡിയോസൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ യെസ്, ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഐറ്റം ആയിരുന്നു സിക്കിം പോവാന്നുള്ളത്. സോ യെസ്, ഫൈനലി വി ആർ ഗോയിങ്. ഇവിടുന്ന് നമ്മളിനി ഗാങ്ടോക്കിലേക്കാണ് പോകുന്നത്. പോകാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ ആയിട്ട് ബസ്സിൽ പോവാം. പിന്നെ ബസ് കുറച്ചുകൂടെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ വന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കൂടുതലും കിട്ടുന്നത് ഷെയർഡ് ക്യാബ് അല്ലെങ്കിൽ പ്രൈവറ്റ് ക്യാബ് കിട്ടും. അപ്പോൾ നമ്മൾ ഷെയർഡ് ക്യാബ് ചൂസ് ചെയ്തിട്ടുള്ളത്. കാര്യം അത് കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. പ്രൈവറ്റ് ക്യാബ് ആണെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അറൗണ്ട് ഒരു 4-5K നമ്മൾ വൺ സൈഡിൽ തന്നെ സ്പെൻഡ് ചെയ്യണം. നമ്മൾ വിചാരിച്ചു ഷെയർഡ് ക്യാബായിട്ട് തന്നെ പോകാമെന്ന്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കാണുമല്ലോ. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ വി തോട്ട് ദാറ്റ് യെസ്, നമുക്ക് അങ്ങനെ പോകാമെന്ന്. സോ ഇത് ജൽപായ്ഗുരി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെ വരണം. ഇല്ലെങ്കിൽ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ വരണം. ഈ രണ്ട് സ്ഥലത്ത് ഏതെങ്കിലും ഒരിടത്ത് വന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ക്യാബ് പിടിച്ചിട്ട് വേണം ഗാങ്ടോക്കിലേക്ക് പോകാനായിട്ട്. യെസ്, അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ ഒരേ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ, വയറിനൊന്നും പ്രശ്നം ഉണ്ടാവരുന്ന കാര്യം. എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് കഴിച്ചാലെന്ന് പറഞ്ഞാൽ എനിക്ക് പഴയ ഒരു ദിവസം തലേന്നത്തെ ഫുഡ് തന്നാൽ തന്നെ എനിക്ക് വയറിന് പ്രശ്നമാവും. നോൺ വെജ് ചിലയിടത്തു നിന്ന് കഴിച്ചാൽ പിടിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലെപ്പോഴും പറയുന്നൊരു കാര്യം. ആക്രാന്തം മൂത്ത് വാരി വലിച്ച് കഴിക്കരുത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ. കാരണം ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ വെറൈറ്റി ട്രൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പോൾ കണ്ണി കണ്ടതൊക്കെ വാരി കഴിക്കാൻ നിന്നാൽ പിന്നെ ആശുപത്രി കിടക്കാം എന്നുള്ളതാണ്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഓറഞ്ചും ആപ്പിളും ഒക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അൺടിൽ ആൻഡ് അൺലെസ് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ലൈക്ക് മോമോസൊക്കെ. സിക്കിം ഡാർജിലിംഗൊക്കെ മോമോസ് ഭയങ്കര സ്പെഷ്യൽ അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടാൽ ഞാൻ ചിലപ്പോൾ കഴിക്കും. പക്ഷേ വെജ് കഴിക്കാനാണ് പ്ലാൻ, നോൺ വെജ് കഴിക്കരുതെന്നാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ഈസ്റ്റ് സിക്കിമിലോട്ടാണ്, ഗാങ്ടോക്ക്. അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. നാളെ രാവിലെയാണ് നമ്മൾ നോർത്തിലോട്ട് പോവുക. അപ്പോൾ സിക്കിം പോകാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യരുത്. വീഡിയോ ഫുൾ കാണുക. ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. സോ യെസ്, നമുക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷെയർഡ് ക്യാബാണ് കേട്ടോ എടുത്തത്. നമുക്ക് പെർ ഹെഡ് 450 വെച്ചിട്ടേ ആയിട്ടുള്ളൂ വൺ സൈഡ് ഗാങ്ടോക്ക് പോകാനായിട്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ നിർത്തിയായിരിക്കും പോകുന്നത്. കാര്യം ഫുഡ് കഴിക്കാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലെങ്തി ഉണ്ടായി. 4 to 5 hours ശരിക്കും പറഞ്ഞ ഗാങ്ടോക്ക് എത്താനുള്ള ദൂരം. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് 8 മണിക്കൂർ എടുത്തു. ഒരു 12 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തിയത് ഒരു 6-6:30 ആയി. 8 മണിക്കൂറായില്ല, ഒരു 7 മണിക്കൂർ. അപ്പോൾ ഇതാണ് കേട്ടോ പോകുന്ന വഴി എന്ന് പറയുന്നത്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കേദാർനാഥ് പോയ വൈബായിരുന്നു അടിച്ച്. ആ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പം നല്ല ഹൈറ്റിലോട്ട് കയറാൻ തുടങ്ങി. അപ്പോൾ ഈ ജീപ്പായതുകൊണ്ട് നമുക്ക് നല്ല പേടിയാകും കേട്ടോ. ചിലതൊക്കെ ഭയങ്കര എഡ്ജിലൂടെയാണ് പോകുന്നത്. കാരണം റോഡ് അത്രയും ചെറുതാണ്. അത് മാത്രമല്ല ഇവിടെ മിക്ക വർഷവും ലാൻഡ് സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൺസൂൺ സമയത്ത് റോഡെല്ലാം എല്ലാ വർഷവും പൊളിയും. ഈ കാണുന്ന സൈഡെല്ലാം ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നതാണ്. അതവർ വീണ്ടും കൺസ്ട്രക്റ്റ് ചെയ്യും. വീണ്ടും അടുത്ത മൺസൂൺ ആകുമ്പോൾ വീണ്ടും പോവും. അപ്പോൾ അങ്ങനെ ഒരുപാട് കൺസ്ട്രക്ഷൻ കാര്യങ്ങളും വർക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഉച്ച 2 മണിയായപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ നിർത്തി പോകുന്ന വഴിക്ക്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഓർത്തു. അപ്പം ഞാൻ വെജ് താലിയാണ് കേട്ടോ പറഞ്ഞത്, സിക്കിം താലി. അതിൽ 2 ടൈപ്പ് ഓഫ് ഡാൽ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറികളുണ്ടായിരുന്നു. പാവയ്ക്ക വെച്ചിട്ടൊരു ഫ്രൈ ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ ഒരു 6-6:30 ആയപ്പം നമ്മളവിടെ എത്തി. നമ്മളെ വെൽക്കം ചെയ്തത് ഈ ഒരു ഷോൾ ഇട്ടിട്ടാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യലായിരിക്കാം. ഹോട്ടലിൽ നമ്മൾ കയറിയപ്പം ഇതിട്ടിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്തേ. എന്ന് മെമ്മറി ആയിട്ട് സൂക്ഷിച്ച് വെക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങുകയാണ്. നമ്മൾ വിചാരിച്ച് പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ട് വരാമെന്ന്. കാര്യം വന്നിട്ട് നേരത്തെ കിടക്കണം, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. തണുപ്പുണ്ട്. ഞാൻ തേർമൽസൊക്കെ ഇട്ടിട്ടുണ്ട് അകത്ത്. തണുപ്പ് എനിക്കൊന്നൊരു 10 ഒക്കെ ആയിരിക്കും. 10 ഡിഗ്രി ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെ. ഇതിനെക്കാട്ടി തണുപ്പാണ് നാളെ പോകുന്നിടത്തെന്നാണ് പറയുന്നത്. ഇത് തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. ഒരു സ്വെറ്റർ ഇട്ടാൽ തീരാന്നുള്ളതേ ഉള്ളൂ. വലിയ കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. ഇവിടെ ഒരു 4:30 ആകുമ്പോൾ തന്നെ സൺസെറ്റ് ഉണ്ടാവും കേട്ടോ, ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ വിചാരിച്ച് പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും
ഇവിടെ ആൾക്കാരെല്ലാവരും എല്ലാവരും വീടിൻ്റെ അകത്തും റൂമിൻ്റെ അകത്തുമൊക്കെ ആണ്. പുറത്തൊന്നും അധികം ആൾക്കാരില്ല. ഇപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞു. ഒരു 8 മണി കഴിഞ്ഞ് ഇവിടെ എല്ലാ കടകളും അടയ്ക്കും. കാര്യം സൺസെറ്റ് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഇരുട്ടുന്നത് നേരത്തെ അല്ലേ. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ നല്ല ഇരുട്ടാവും. അപ്പോൾ 8 മണി വരെയൊക്കെ കടകളൊക്കെ തുറന്നിരിക്കുള്ളൂ. 9 മണിയാകുമ്പോൾ ഫുൾ ക്ലോസ്ഡാണ്. അങ്ങനെ നമ്മൾ വെറുതെ പുറത്ത് പോയിട്ട് തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ തന്നെ വന്നു. എന്നിട്ട് ഓർത്തു അവിടെ നിന്ന് തന്നെ നമുക്ക് കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ ബൊഫയാണ് എടുത്തിട്ടുള്ളത്. റൈസ് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സാലഡ്സ് ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിളായിട്ട് പൊട്ടാറ്റോ ആയിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഡാൽ ഉണ്ടായിരുന്നു. അപ്പം ചിക്കൻ കറി ഞാൻ കഴിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ നല്ല കറി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. ചിക്കനൊന്നും കഴിക്കരുത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ വലിയ പ്രശ്നം തോന്നിയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അവരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ ടമ്മി ഭയങ്കര സെൻസിറ്റീവാണ്, ഇത് നല്ല ചിക്കനല്ലേ എന്ന് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചത്. കാര്യം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ചിക്കൻ കറി ആയിരുന്നു. അപ്പം ഇച്ചിരി കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ കാണുന്ന എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും മിക്കവാറും എന്നെ തല്ലിക്കൊല്ലും. എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, നീ ദയവ് ചെയ്ത് അവിടെ ചെന്ന് നോൺ വെജ് കഴിക്കരുതെന്ന്. പക്ഷെ ഞാൻ കുറച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് പായസം ഉണ്ടായിരുന്നു, അതും കുടിച്ചു. നമ്മുടെ സേമിയ പായസം ആയിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ആദ്യം റൊട്ടിയും പനീറൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നമ്മൾ മുക്കാലും ട്രാവലിംഗ് ആയിരുന്നു. നമ്മൾ ഒരു 6 മണിയൊക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റ് റെഡി ആവണം. നാളെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല, നാളെ യാത്രയാണ്. ഇപ്പോൾ നമ്മൾ ഗാങ്ടോക്കിലെത്തി ഒന്ന് ഇവിടെ സെറ്റായല്ലോ. ഇനിയാണ് ശരിക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ യെസ്, നമുക്കതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വേണം. നല്ല തണുപ്പുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ലവണ്ണം ഉറങ്ങിയിട്ട് രാവിലെ കാണാം. ബൈ. ഹലോ ഗായ്സ്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 6:30 നമ്മൾ വേഗം തന്നെ റെഡിയായി. ഇനിയിപ്പോൾ വേഗം 7-7:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് അപ്പോൾ തന്നെ ഇറങ്ങണം. 8 മണിക്കാണ് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പോകുന്നത് നോർത്ത് സിക്കിമിലോട്ടാണ്, ലാച്ചിങ് അങ്ങോട്ടാണ് പോകുന്നത്. ഭയങ്കര തണുപ്പാണെന്നാണ് കേട്ട അറിവ്. സോ അപ്പോൾ അതുകൊണ്ട് തേർമൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ പുറത്തോടെ സ്വെറ്ററും കൂടെ ഇടും. അപ്പോൾ അത്യാവശ്യം തണുപ്പ് നിൽക്കും എന്നാണ് വിശ്വാസം. രാത്രിത്തെ ഉറക്കം നല്ല സുഖമായിട്ട് ഉറങ്ങി. രാത്രിയായപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചൂടൊക്കെ എടുത്തു തുടങ്ങി ഗൈസ്. എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും. കാര്യം രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. എനിക്ക് തണുപ്പ് അത്യാവശ്യം ഇഷ്ടമാണ് പൊതുവേ. പക്ഷെ സൈക്കബിൾ ആണെങ്കിൽ ഭയങ്കര പാടാണ്. അതായത് കുളിക്കുക പിന്നെ കഴുകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് തണുപ്പത്ത്. പക്ഷേ ചൂടുവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയ ശബ്ദമൊക്കെ ഇപ്പോഴേ ഒന്ന് ഇതായി തുടങ്ങി. ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് അറിയില്ല. 4 ദിവസം ഇനി നോക്കാം. 4 അല്ല 5 ദിവസം. അപ്പം ആദ്യം ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് റെഡിയായി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് വന്നു കേട്ടോ. ഇഡലി, സാമ്പാർ, പിന്നെ ആലു പറാട്ടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതേ ഇറങ്ങുകയാണ്. ഇനി വജ്ര സ്റ്റാൻഡിലേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഷെയർഡ് ക്യാബ് ഉള്ളത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ക്യാബ് എടുത്തു. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന്. അവിടെ നിന്ന് വജ്ര സ്റ്റാൻഡിലേക്ക് എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് ലാച്ചിങ്ങിലേക്ക് പോവേണ്ടത്. ഇവിടെ നിന്നൊരു 5-6 hours ഉള്ളത് എന്നായിരുന്നു നമ്മുടെ ഒരു നിഗമനം. പക്ഷേ അതിൽ കൂടുതലുണ്ട്. കാര്യം നമ്മൾ നിർത്തി പോകുന്നതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 7-8 മണിക്കൂർ എടുത്തു കേട്ടോ അവിടെ എത്താനായിട്ട്. ശരിക്കും 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ 9:30 കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തപ്പോൾ. കാര്യം നമ്മൾ കറക്റ്റായിട്ട് എത്തി, പക്ഷേ വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ 9:30 കഴിഞ്ഞു. പിന്നെ നമ്മളതിൽ കയറി. ഇതിൽ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു. വേറെ 2 കപ്പിൾസും പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരായിരുന്നു. നമ്മൾ ഇത്രയും പേരും കൂടെയാണ് ഒരുമിച്ചാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു വഴിയും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. ഒരുപാട് മലകളിങ്ങനെ താണ്ടിയാണ് നമ്മൾ ലാച്ചിങ്ങിലേക്ക് പോകുന്നത്. പിന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാര്യം എല്ലാ വർഷത്തെ ലാൻഡ് സ്ലൈഡിലും ഇവിടെയും പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡ്സൊക്കെ ചിലത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും. അത് നമ്മൾ ഈ വണ്ടിയിലും കൂടെ ഇങ്ങനത്തെ പോകുമ്പോഴത്തേക്കും, ഇവിടെയുള്ള എല്ലാ വണ്ടിയും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ട്, ഇതെല്ലാം ഇങ്ങനെ പൊട്ടി വീഴുന്നത്. പിന്നെ വീണ്ടും അവർ ശരിയാക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ
ടൂറിസ്റ്റ് വണ്ടികൾ, അതായത് നമ്മുടെ ടാക്സി വണ്ടികളാണ് മിക്കതും കാണുന്നത്. അല്ലാത്ത വണ്ടികളൊന്നും ഞാൻ കണ്ടില്ല. വളരെ കുറവ് ലോക്കൽസിൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അല്ലാണ്ടുള്ള വണ്ടികൾ ഇവിടെ വരാറില്ല എന്നുള്ളത്. എനിക്കറിയില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല എന്തായാലും. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നിർത്തി, ജസ്റ്റ് ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫുഡ് കഴിക്കാൻ കയറി. അപ്പോഴത്തേക്കും ഒരു ഉച്ചയായി. ഫുഡെന്ന് പറയുന്നത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള റൈസ്, ഡാൽ, പിന്നെ ഒരു സബ്ജി, പിന്നെ ഒരു എഗ് കറി. അതായിരുന്നു ഭയങ്കര സിമ്പിൾ ബേസിക് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് കിട്ടുക. ഇതും ഞാൻ പറഞ്ഞില്ല, അവിടെയുള്ള ഹോം സ്റ്റേസ് അവർ തന്നെ കുക്ക് ചെയ്ത് നമുക്ക് തരുന്നതാണ്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളത് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഇങ്ങനെ ഇത്രയും ദൂരം ഇരുന്ന് ആ വഴി കൂടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ലാച്ചിങ്ങിലുള്ള റോഡ് ഭയങ്കര നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള റോഡ്സ് അല്ല, ഫുൾ ഇങ്ങനെ കട്ടറൊക്കെ ഉള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മെനക്കേടാണ്. നമ്മളിപ്പോൾ 7-8 മണിക്കൂർ ഇരുന്നു വണ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വ്യൂ, എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല, നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണ്. ഇവിടെ നമ്മൾ ഇറങ്ങി കുറേ നേരം നിന്ന് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നിങ്ങളിന്ന് നോക്കി എന്ത് ക്ലിയർ ആയിട്ടാണല്ലേ ആ വെള്ളം ഉള്ളത്. ഭയങ്കര ഭംഗിയായിരുന്നു നേരിട്ട് കാണാനും. ഈ ഒരു വ്യൂ ഒക്കെ നേരിട്ട് കാണാൻ ഇതിനെക്കാട്ടി ഭംഗിയാണ്. എനിക്ക് വീഡിയോയിൽ എടുക്കുമ്പോൾ അത്രയ്ക്ക് അതങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. ക്യാമറ എത്ര തുറച്ചാലും നമുക്ക് ആ ഒരു ശരിക്കുള്ള ഭംഗി നമുക്ക് വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. താഴേക്ക് നോക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഒരു നെഞ്ചെടുപ്പാണ്. എനിക്കാണെങ്കിൽ പിന്നെ ഭയങ്കര ഹൈറ്റ്, ചെറിയൊരു പേടിയുണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അറ്റത്തിരുന്ന് ആ വണ്ടി സൈഡിൽ കൂടി ഇങ്ങനെ കേർവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും താഴെ നോക്കുമ്പോൾ ചെറിയൊരു പേടിയാവും. പക്ഷേ വ്യൂ അടിപൊളി, തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 6 മണിയായപ്പോഴത്തേക്കും നമ്മളവിടെ എത്താറായി. ഇതാ എത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ എന്ന് പറയുന്നത്. സാധാരണ ഒരു വീടാണ്. അവിടെ അവർ റൂംസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ ഒരു ഏരിയ ഉണ്ട്, അത്രയേ ഉള്ളൂ. അവർ തന്നെ കുക്ക് ചെയ്ത് തരും. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. നമ്മളിപ്പോൾ ഉള്ളത് ലാച്ചിങ്ങിലാണ്. ഇവിടുത്തെ ഒരു ഹോം സ്റ്റേയിലാണ്. കണ്ടോ, ഇവിടെ ചുറ്റും ഹോം സ്റ്റേസ് ആണ് കംപ്ലീറ്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി സ്നോ കാണണ്ടേ, അതിന് പോവാണ്. ഇപ്പോഴും കാണാം ഇവിടെ സ്നോ, പക്ഷെ നമുക്ക് തറയിൽ നമ്മൾ നിൽക്കുന്നിടത്ത് കാണാൻ പറ്റില്ല. സോ അതിന് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാം എവിടെയൊക്കെ കാണുന്നത്. അങ്ങോട്ടേക്ക് പോവാണ്. ഇത് കണ്ടോ ഗൈസ്, ആൻഡ് ഈ ഏരിയ കംപ്ലീറ്റ് ആർമിയാണ് കേട്ടോ. എവിടെ നോക്കിയാലും ആർമിയുടെ വണ്ടികളും ആർമിയും ആണ് ഫുള്ള്. കാര്യം ബോർഡറിനടുത്താണല്ലോ, അതുകൊണ്ട് തന്നെ ഫുൾ പ്രൊട്ടക്ഷനാണ്. എല്ലാ ഏരിയയിലും ഉണ്ട് ആർമി. ഇവിടെ പോലീസ് കുറവാണ്. പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ പോലീസ് കുറവാണ്. നമ്മൾ ആരെയും അങ്ങനെ കണ്ടില്ല. ഫുൾ ആർമിയാണ്. ചെക്കിങ്ങും ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്നതൊക്കെ ആർമിക്കാരാണ്. അങ്ങനെ നമ്മൾ ആദ്യം വന്ന സ്ഥലമാണ് മൗണ്ട് കാട്ടോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റീൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മൗണ്ട് കാട്ടോനെ പറ്റിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ആദ്യം വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റേഴ്സ് മാറിയിട്ട് ഒരു ഇൻഡോ ചൈന ബോർഡറിൻ്റെ ഒരു സൈഡ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ഇവിടം വരെ നമുക്ക് വരാൻ പറ്റുള്ളൂ. നമുക്ക് മാത്രമല്ല ലോക്കൽസിനും ഇവിടം വരെ വരാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞാൽ ആർമിയുടെ ചെക്ക് പോസ്റ്റാണ്. ഈ നിങ്ങൾ കാണുന്നതാണ് ആർമിയുടെ ചെക്ക് പോസ്റ്റ്. ഇത് കഴിഞ്ഞ് ആർമിക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം. ശരിക്കും ഇവിടെ സൺറൈസ് കാണാനാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ എഴുന്നേറ്റ് എല്ലാവരും റെഡിയായി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. നമ്മൾ 6 മണി കഴിഞ്ഞു, 7 മണിയായി നമ്മൾ ഇറങ്ങിയപ്പം. അപ്പോൾ സൺറൈസ് മിസ്സായി. പക്ഷേ നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് 0 പോയിൻറ്റിലേക്കാണ്. ഇവിടെ നിന്നൊരു 1.5-2 കിലോമീറ്റർ, 2 മണിക്കൂറുണ്ട്, കിലോമീറ്റർ അല്ല. ഇതാണ് 0 പോയിൻറ്റ്. ഫുൾ സ്നോ ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ -ആണ്. 0ക്ക് താഴെ ആയിരിക്കും എപ്പോഴും ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. പക്ഷേ ഓക്സിജൻ ലെവൽ വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ആ സ്നോയുടെ ഇടയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെയുള്ള ഒരു കടയിൽ വന്നിട്ട് മോമോസും കടലയും ഒക്കെ കഴിച്ചു. അപ്പോൾ കുറച്ച് ചൂടൊക്കെ ആവുമല്ലോ, ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോയി. മിക്കവരും ഓക്സിജൻ സിലിണ്ടേഴ്സ്, പിന്നെ കർപ്പൂരം, ഇതൊക്കെ കൊണ്ടുവരാറുണ്ട്. കാര്യം പോപ്കോൺ കഴിക്കുന്നതും നല്ലതാണ്. ഓക്സിജൻ്റെ ആ ഒരു അളവ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്തിട്ടുള്ളത്. ചെറിയ ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലവർക്ക് നല്ല ബുദ്ധിമുട്ട് വരാറുണ്ട്. എനിക്ക് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കേണ്ട ഒരു ഇത്, നമുക്ക് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുന്നതിനെക്കാട്ടി ഡീപ്പ് ബ്രീത്ത് എടുക്കണം. അതും എസ്പെഷ്യലി നമ്മളിങ്ങനെ നടക്കുമ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മൾ കുറച്ച് ഇത് യൂസ് ചെയ്തു. നമ്മളും ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു ഓക്സിജൻ സിലിണ്ടർ, അത് നമ്മളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് നമുക്കിങ്ങനെ ശ്വാസം എടുക്കാണ്ടായി പോരുതല്ലോ. അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു ഇത് വരുമ്പോൾ, കിതപ്പ് വരുമ്പോൾ തന്നെ നമ്മളത് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തി. അതും സന്ധ്യ കഴിഞ്ഞു. എന്നിട്ട് കിടന്നുറങ്ങി. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, സെയിം സ്റ്റോറിയാണ്. ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ ഗാങ്ടോക്കിലേക്ക് തിരിക്കുകയാണ്. ഇനി നമ്മൾ ഗാങ്ടോക്കിൽ നിന്നാണ് നാത്തുല പാസിലേക്ക് പോവുക. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടാറ്റാ.